പരാശക്തി സിനിമയ്ക്കെതിരെ തമിഴ്നാട് യൂത്ത് കോൺഗ്രസ് DMK അനുകൂല ഹിന്ദു വിരുദ്ധ സിനിമയെന്നാണ് വിമർശനം. സിനിമ നിരോധിക്കണമെന്നാണ് ആവശ്യം. കോൺഗ്രസിനെ കളങ്കപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സിനിമയെന്നും ചരിത്ര സംഭവങ്ങളെ വളച്ചൊടിക്കുന്നുവെന്നുമാണ് ആരോപണം. ശ്യാമ സദാനന്ദനോട് വിശദാംശങ്ങൾ നൽകാൻ ശ്യാമ, കൂടുതൽ വിവരങ്ങൾ. ശ്രുതി, സിനിമ പരാശക്തി സിനിമ ചരിത്രപരമായ വസ്തുതകളെ മനഃപൂർവ്വം വളച്ചൊടിക്കുന്നുവെന്നാണ് തമിഴ്നാട് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, K. രാമരാജ എന്നിവരുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അപകീർത്തികരമായി സിനിമയിൽ ചിത്രീകരിച്ചുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സിനിമയിലെ ചില രംഗങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും അവ നീക്കം ചെയ്യണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. അണിയറ പ്രവർത്തകർ പരസ്യമായി മാപ്പ് പറയണമെന്നൊരു ആവശ്യവും യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ നിറവേറ്റാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് തമിഴ്നാട് യൂത്ത് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. പാർട്ടിയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അരുൺ ഭാസ്കറാണ് ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, 1960കളിലെ തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ വിരുദ്ധ സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ ചില ചരിത്ര സംഭവങ്ങൾ, ഒരിക്കലും നടക്കാത്ത സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്തരിച്ച ദേശീയ നേതാക്കളെ സങ്കല്പത്തിനനുസരിച്ച് വളച്ചൊടിച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് ഒരു അടിസ്ഥാനവുമില്ലാത്ത രംഗങ്ങളാണ്. ഇത് ധിക്കാരപരമായിട്ടാണ് ഇവർ സൃഷ്ടികരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ പരാശക്തി സിനിമയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. ശ്രുതി, ശ്യാമ, ഈ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അതിനൊക്കെ ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പോൾ സിനിമ തിയേറ്ററിൽ എത്തിയിരുന്നത്. അതിനുശേഷം ഇതിപ്പോൾ വീണ്ടും മറ്റൊരു വിവാദത്തിലേക്കാണോ പോകുന്നത്? ഇങ്ങനെയൊരു ആവശ്യം അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ശ്രുതി, ഈ ഒരു രംഗങ്ങൾ ഒഴിവാക്കി അണിയർ പ്രവർത്തകർ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അവരുടെ X അക്കൗണ്ടിലൂടെ അറിയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്.